നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം. ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ ഞങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും, ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും, രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെന്ന പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ പുത്രിമാർ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് ചിലരും പറഞ്ഞു. അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്കത് കോപം വന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതിനവർ ഒരു വാക്ക് പറവാൻ കഴിയാതെ മൗനമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ച് കളക. നിങ്ങൾ ഇന്നു തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുപ്പീൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 100 വീതവും നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുപ്പീൻ. അതിനവർ, ഞങ്ങളവ മടക്കി കൊടുക്കാം, ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാനപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടി കുടഞ്ഞു. ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത എവനെയും അവൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ. ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു. സർവ്വസഭയും ആമേൻ എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാനപ്രകാരം പ്രവർത്തിച്ചു. ഞാൻ യഹൂദാദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്തഷ്ഠ രാജാവിൻ്റെ 20-ാം ആണ്ട് മുതൽ തന്നെ അവൻ്റെ 32-ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശെക്കൽ വെള്ളി വീതം വാങ്ങിയതുകൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ മതിലിൻ്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ഞങ്ങളൊരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എൻ്റെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു വന്നു. യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എൻ്റെ മേശകൾ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്കൊരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിലൊരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ.